പാഠം 1 പുതുയുഗ വിദ്യാലയം 2026 സ്കൂൾ പ്രവേശനോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അറിവിന്റെ മാധുര്യം നുണയുവാനും ആത്മവിശ്വാസത്തോടെ ജീവിതത്തിലെ ഓരോ ഘട്ടവും വിജയപ്രദമാക്കുവാനും നമ്മുടെ കൊച്ചു കൂട്ടുകാർക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്നതിനായാണ് നമ്മുടെ മന്ത്രി എത്തിയിരിക്കുന്നത്. മാധുര്യമേറിയ സ്കൂൾ ദിനങ്ങൾ, അവ സമ്മാനിക്കുന്ന മധുരതരമായ ഓർമ്മകൾ, ഇവയെ സൂചിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ മന്ത്രി നവാഗതരായ കുട്ടികളെ അവരുടെ ക്ലാസ് മുറികൾ സന്ദർശിച്ച് മധുരം നൽകി സ്വീകരിക്കുന്നു. ഇനിയോരോ പൂവും പുഞ്ചിരി തൂകും നേരമായി മണ്ണ്. കിളിയേ കിളിയേ ചിറകുകൾ നീർത്തിരിശിവാവാ, നാടിൻ നന്മകൾ പാടിയുണർത്താൻ നേരിൻ ചൊടിയോടെ. കേറിവാ കേറിവാ പടിവാതിലുകളിൽ ഓടിവാ, പാടിവാ ആടിവാ നേടണമറിവുകൾ അക്ഷരങ്ങളായി. കേറിവാ കേറിവാ മരണമിരുളുകൾ നേരവാ, പോയിടാം നേടിടാം വേററിവുണരുമി പൂക്കളാകുവാൻ. കേറിവാ പാടിവാ സ്നേഹാരാമം തീർക്കുവാൻ, പാറിവാ പാറിവാ വാതായനമിതിലേ. കേറിവാ കേറിവാ പടിവാതിലുകളിൽ ഓടിവാ, പാടിവാ ആടിവാ വാതായനമിതിലേ. കാലുകളിടറാതെ ശിരസിൻ ധീരത കുനിയാതെ, ഇനി കേരളക്കര ലോകമിതെങ്ങും കേളി കേട്ടിടണം. പുതു പുതു നാമ്പുണർത്തുവാൻ നാം ഒന്നാണെന്നറിയുകയല്ലോ ജീവിതാദ്യ പാഠം. കേറിവാ കേറിവാ പടിവാതിലുകളിൽ ഓടിവാ, പാടിവാ ആടിവാ നേടണമറിവുകൾ അക്ഷരങ്ങളായി. കേറിവാ കേറിവാ മരണമിരുളുകൾ നേരവാ, പോയിടാം നേടിടാം വേററിവുണരുമി പൂക്കളാകുവാൻ. കേറിവാ പാടിവാ സ്നേഹാരാമം തീർക്കുവാൻ, പാറിവാ പാറിവാ വാതായനമിതിലേ. കേറിവാ കേറിവാ പറയാനുള്ളൊരു കാതുമായി, പാറിവാ പാറിവാ വിദ്യാലോകം നേടിടാം. പാലൊളി വിതറുന്നേ, തിളങ്ങും പാൽ ചിരി വിരിയുന്നേ, ഇനിയോരോ പൂവും പുഞ്ചിരി തൂകും നേരമായി മണ്ണ്. കിളിയേ കിളിയേ ചിറകുകൾ നീർത്തിരിശിവാവാ, നാടിൻ നന്മകൾ പാടിയുണർത്താൻ നേരിൻ ചൊടിയോടെ. കേറിവാ കേറിവാ പടിവാതിലുകളിൽ ഓടിവാ, പാടിവാ ആടിവാ നേടണമറിവുകൾ അക്ഷരങ്ങളായി. കേറിവാ കേറിവാ മരണമിരുളുകൾ നേരവാ, പോയിടാം നേടിടാം വേററിവുണരുമി പൂക്കളാകുവാൻ. കേറിവാ പാടിവാ
ശിരസിൻ ധീരത കുനിയാടെ ഇനി കേരളക്കര ലോകമിതെങ്ങും കേളി കേട്ടിടണം. പുതുപുതുമാമ്പുണർത്തുവാൻ നാം ഒന്നാണെന്നറിയുകയല്ലോ ജീവിതാദ്യ പാഠം. കേറിവാ കേറിവാ പടിവാതിലുകളിൽ ഓടിവാ പാടിവാ ആടിവാ നേടണമറിവുകൾ അക്ഷരങ്ങളായി. കേറിവാ കേറിവാ മരണമിരുളുകൾ നേരവാ പോയിടാം നേടിടാം വേററിവുണരുമി പൂക്കളാകുവാൻ. കേറിവാ പാടിവാ സ്നേഹാരാമം തീർക്കുവാൻ പാറിവാ പാറിവാ വാതായനമിതിലേ. കേറിവാ കേറിവാ പറയാനുള്ളൊരു കാതുമായി പാറിവാ പാറിവാ വിദ്യാലോകം നേടിടാ. പാലൊളി വിതറുന്നേ തിളങ്ങും പാൽ ചിരി വിരിയുന്നേ ഇനിയോരോ പൂവും പുഞ്ചിരി തൂകും നേരമായി മണ്ണേ. കിളിയേ കിളിയേ ചിറകുകൾ നീർത്തിവീശിവാവാ നാടിൻ നന്മകൾ പാടിയുണർത്താൻ നേരിൻ ചൊടിയോടെ. കേറിവാ കേറിവാ പടിവാതിലുകളിൽ ഓടിവാ പാടിവാ ആടിവാ നേടണമറിവുകൾ അക്ഷരങ്ങളായി. കേറിവാ കേറിവാ മരണമിരുളുകൾ നേരവാ പോയിടാം നേടിടാം വേററിവുണരുമി പൂക്കളാകുവാൻ. കേറിവാ പാടിവാ സ്നേഹാരാമം തീർക്കുവാൻ പാറിവാ പാറിവാ വാതായനമിതിലേ. കേറിവാ കേറിവാ പടിവാതിലുകളിൽ ഓടിവാ പാടിവാ ആടിവാ വാതായനമിതിലേ. കാലുകളിടറാതെ ശിരസിൻ ധീരത കുനിയാടെ ഇനി കേരളക്കര ലോകമിതെങ്ങും കേളി കേട്ടിടണം. പുതുപുതുമാമ്പുണർത്തുവാൻ നാം ഒന്നാണെന്നറിയുകയല്ലോ ജീവിതാദ്യ പാഠം. കേറിവാ കേറിവാ പടിവാതിലുകളിൽ ഓടിവാ പാടിവാ ആടിവാ നേടണമറിവുകൾ അക്ഷരങ്ങളായി. കേറിവാ കേറിവാ മരണമിരുളുകൾ നേരവാ പോയിടാം നേടിടാം വേററിവുണരുമി പൂക്കളാകുവാൻ. കേറിവാ പാടിവാ സ്നേഹാരാമം തീർക്കുവാൻ പാറിവാ പാറിവാ വാതായനമിതിലേ. കേറിവാ കേറിവാ പറയാനുള്ളൊരു കാതുമായി പാറിവാ പാറിവാ വിദ്യാലോകം നേടിടാ. പാലൊളി വിതറുന്നേ തിളങ്ങും പാൽ ചിരി വിരിയുന്നേ ഇനിയോരോ പൂവും പുഞ്ചിരി തൂകും നേരമായി മണ്ണേ. കിളിയേ കിളിയേ ചിറകുകൾ
നീർത്തി വീശിവാവാ നാടിൻ നന്മകൾ പാടിയുണർത്താൻ നേരിൻ ചൊടിയോടെ കേറിവാ കേറിവാ പടിവാതിലുകളിൽ ഓടിവാ പാടിവാ ആടിവാ നേടണം അറിവുകൾ അക്ഷരങ്ങളായി കേറിവാ കേറിവാ മരണമിരുളുകൾ നേരവാ പോയിടാം നേടിടാം വേററിവുണരുമി പൂക്കളാകുവാൻ കേറിവാ പാടിവാ സ്നേഹാരാമം തീർക്കുവാൻ പാറിവാ പാറിവാ വാതായനമിതിലേ കേറിവാ കേറിവാ പടിവാതിലുകളിൽ ഓടിവാ പാടിവാ ആടിവാ വാതായനമിതിലേ ശിരസിൻ ധീരത കുനിയാടെ ഇനി കേരളക്കര ലോകമിതെങ്ങും കേളി കേട്ടിടണം പുതു പുതുമാമ്പുണർത്തുവാൻ നാം ഒന്നാണെന്നറിയുകയല്ലോ ജീവിതാദ്യ പാഠം കേറിവാ കേറിവാ പടിവാതിലുകളിൽ ഓടിവാ പാടിവാ ആടിവാ നേടണം അറിവുകൾ അക്ഷരങ്ങളായി കേറിവാ കേറിവാ മരണമിരുളുകൾ നേരവാ പോയിടാം നേടിടാം വേററിവുണരുമി പൂക്കളാകുവാൻ കേറിവാ പാടിവാ സ്നേഹാരാമം തീർക്കുവാൻ പാറിവാ പാറിവാ വാതായനമിതിലേ കേറിവാ കേറിവാ പറയാനുള്ളൊരു കാതുമായി പാറിവാ പാറിവാ വിദ്യാലോകം നേടിടാ പാലൊളി വിതറുന്നേ തിളങ്ങും പാൽ ചിരി വിരിയുന്നേ ഇനിയോരോ പൂവും പുഞ്ചിരി തൂകും നേരമായി മണ്ണേ കിളിയേ കിളിയേ ചിറകുകൾ നീർത്തി വീശിവാവാ നാടിൻ നന്മകൾ പാടിയുണർത്താൻ നേരിൻ ചൊടിയോടെ കേറിവാ കേറിവാ പടിവാതിലുകളിൽ ഓടിവാ പാടിവാ ആടിവാ നേടണം അറിവുകൾ അക്ഷരങ്ങളായി കേറിവാ കേറിവാ മരണമിരുളുകൾ നേരവാ പോയിടാം നേടിടാം വേററിവുണരുമി പൂക്കളാകുവാൻ കേറിവാ പാടിവാ സ്നേഹാരാമം തീർക്കുവാൻ പാറിവാ പാറിവാ വാതായനമിതിലേ കേറിവാ കേറിവാ പടിവാതിലുകളിൽ ഓടിവാ പാടിവാ ആടിവാ വാതായനമിതിലേ കാലുകളിടറാതെ ശിരസിൻ ധീരത കുനിയാടെ ഇനി കേരളക്കര ലോകമിതെങ്ങും കേളി കേട്ടിടണം പുതു പുതുമാമ്പുണർത്തുവാൻ നാം ഒന്നാണെന്നറിയുകയല്ലോ ജീവിതാദ്യ പാഠം കേറിവാ കേറിവാ പടിവാതിലുകളിൽ ഓടിവാ പാടിവാ ആടിവാ നേടണം അറിവുകൾ അക്ഷരങ്ങളായി കേറിവാ കേറിവാ മരണമിരുളുകൾ നേരെ
ബഹുമാനപ്പെട്ട ആരോഗ്യം ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ കെ മുരളീധരൻ ആഗതനായിരിക്കുന്നു. ബഹുമാനപ്പെട്ട ദേവസ്വം ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീ കെ മുരളീധരൻ അവർകൾ എത്തിച്ചേർന്നിരിക്കുന്നു. ബഹുമാനപ്പെട്ട തിരുവനന്തപുരം നഗരസഭാ മേയർ ശ്രീ വി വി രാജേഷ് അവർകൾ ആഗതനായിരിക്കുന്നു. അക്ഷരങ്ങളായി കേറിവാ കേറിവാ മരണമിരുളുകൾ നേരവാ പോയിടാം നേരിടാം വേററിവുണരുമി പൂക്കളാകുവാൻ കേറിവാ പാടിവാ സ്നേഹാരാമം തീർക്കുവാൻ പാറിവാ പാറിവാ വാതായനമിതിലേ കേറിവാ കേറിവാ പടിവാതിലുകളിൽ ഓടിവാ പാടിവാ ആടിവാ വാതായനമിതിലേ. കാലുകളിടറാതെ ശിരസിൻ ധീരത കുനിയാതെ ഇനി കേരളക്കര ലോകമിതെങ്ങും കേളി കേട്ടിടണം. പുതു പുതു നാമ്പുണർത്തുവാൻ നാം ഒന്നാണെന്നറിയുകയല്ലോ ജീവിതാദ്യ പാഠം. കേറിവാ കേറിവാ പടിവാതിലുകളിൽ ഓടിവാ പാടിവാ ആടിവാ നേടണമറിവുകൾ അക്ഷരങ്ങളായി കേറിവാ കേറിവാ മരണമിരുളുകൾ നേരവാ പോയിടാം നേരിടാം വേററിവുണരുമി പൂക്കളാകുവാൻ കേറിവാ പാടിവാ സ്നേഹാരാമം തീർക്കുവാൻ പാറിവാ പാറിവാ വാതായനമിതിലേ കേറിവാ കേറിവാ പറയാനുള്ളൊരു കാതുമായി പാറിവാ പാറിവാ വിദ്യാലോകം നേടിടാം. ആൾക്കാർത്തൊക്കെ പോകാൻ പറ. ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ മന്ത്രി നവാഗതരായ കൊച്ചുകൂട്ടുകാരുമായി വേദിയുടെ മുന്നിലേക്ക് എത്തുന്നു. അറിവിന്റെ ഈ മഹാലോകത്തേക്ക് നമുക്ക് ഈ കുരുന്നുകളെ സ്വാഗതം ചെയ്യാം. സന്തോഷത്തോടെ, സ്നേഹത്തോടെ, നിറഞ്ഞ കയ്യടികളോടെ.
പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ അവർകൾ സമാഗതനായിരിക്കുന്നു. നമ്മുടെ സ്കൂളിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് യൂണിറ്റും സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്സും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഗാർഡ് ഓഫ് ഓണർ നൽകി സ്വീകരിക്കുന്നു. പാഠം 1 പുതുയുഗ വിദ്യാലയം. 2026 പ്രവേശനോത്സവ ഗാനം. നമ്മുടെ നവാഗതരായ കുട്ടികൾക്ക് വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വഴി ഒരുക്കുന്നതിന് വേണ്ടി അഭ്യർത്ഥിക്കുന്നു. ഫ്രണ്ടിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ചെറിയ കസേരകളിലേക്ക് നമ്മുടെ നവാഗതരായ കുട്ടികളെ ഒരു പാത്ത് വേയിൽ കൂടി നടന്നു വരുന്നുണ്ട്. ബഹുമാന്യരായ മാധ്യമ സുഹൃത്തുക്കൾ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ കുട്ടികളെ ഇങ്ങോട്ട് കടത്തി വിടുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സൗകര്യം ഉണ്ടാക്കേണ്ടതാണ്. ഫ്രണ്ടിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ചെറിയ ചെയറിലേക്ക് കുട്ടികൾ നടന്നു വരുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു സൗകര്യം ചെയ്തു കൊടുക്കുക പ്ലീസ്. ആ പാത്തുവേയിൽ കൂടി ചെറിയ കുട്ടികൾ നടന്നു വരുന്നുണ്ട്. അവർക്ക് ഫ്രണ്ടിലേക്ക് വരാനുള്ളൊരു സൗകര്യം ചെയ്തു കൊടുക്കുക. നവാഗതരായ കുട്ടികൾ, 1ാം ക്ലാസ്സിലെ കുട്ടികൾ ആ പാത്തുവേയിലൂടെ നടന്നു വരുന്നുണ്ട്. അവർക്ക് ഫ്രണ്ടിലുള്ള ചെറിയ ചെയറിലേക്ക് നടന്നു വന്ന് ഇരിക്കാനുള്ളൊരു സൗകര്യം ചെയ്തു കൊടുക്കുക. മാധ്യമ സുഹൃത്തുക്കൾ ഒന്ന് ശ്രദ്ധിക്കുക. കുട്ടികൾക്ക് ഫ്രണ്ടിലേക്ക് നടന്നു വരാനുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുക്കുക. ആ ഫ്രണ്ടിൽ, ഈ വേദിയുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന ആളുകൾ ഒന്ന് ഒഴിഞ്ഞു നിന്നാൽ നന്നായിരുന്നു. വേദിയുടെ ഫ്രണ്ടിലുള്ള മാധ്യമ സുഹൃത്തുക്കളടക്കം ആ കുട്ടികൾക്ക് സൗകര്യം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്ലീസ് പ്ലീസ് മീഡിയ പ്ലീസ്, ആ കുട്ടികൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കും. മീഡിയ പ്ലീസ്, ഈ പടിയിലേക്കൊന്ന് കയറി നിന്ന് കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് അവിടെ വന്നിരിക്കാൻ കഴിയും. മീഡിയ പ്ലീസ് ഒന്ന് ബാക്ക് വന്നു കഴിഞ്ഞാൽ, മീഡിയ ഒന്ന് ബാക്ക് വരൂ പ്ലീസ്. മീഡിയ ഒന്ന് ബാക്കിൽ ഈ പടിയിലേക്ക് കയറിക്കൂ പ്ലീസ്. ആ കുട്ടികൾക്കൊന്ന് വന്നിരിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കും. ആ സെന്ററിലുള്ള പാത്തുവേയിലുള്ള ആളുകൾ ഒന്ന് മാറിക്കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ ഇങ്ങ് നടന്നു വരും. ആ സെന്ററിലുള്ള ആളുകൾ ഒന്ന് മാറി നിൽക്കൂ പ്ലീസ്. ആ കുട്ടികൾക്ക് വരാനുള്ള ഒരു വഴി കൊടുക്കും. മീഡിയ സെന്ററിൽ, ഇവിടെ സെന്ററിലെ വേദിയുടെ തൊട്ട് മുമ്പിൽ നിൽക്കുന്ന മീഡിയ ഒന്ന് ഇങ്ങോട്ട് ബാക്കിലേക്ക് ഒന്ന് പടിയിലേക്ക് കയറി നിന്ന് കഴിഞ്ഞാൽ പറയാനല്ലേ പറ്റുള്ളൂ. അവരോട് വന്നിരുന്നാലല്ലേ നല്ല വിഷ്വൽസ് കിട്ടുള്ളൂ. ശ്രദ്ധിക്കുക. നവാഗതരായ ഈ കൊച്ചു കുഞ്ഞുങ്ങളുടെ ഏറ്റവും വലിയ ആഘോഷമാണ് അവരുടെ സ്കൂൾ പ്രവേശനോത്സവം. ഈ ആദ്യ ദിനം അവർക്ക് മധുരതരമാക്കുവാൻ നമ്മളെല്ലാവരും പ്രതിജ്ഞാബദ്ധരാണ്. ദയവായി അവർക്ക് വരുവാനുള്ള വഴി ഒരുക്കി കൊടുക്കുക. മാധ്യമ സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക. ആ മിഡിൽ സെന്ററിലുള്ള പാത്തുവേയിലുള്ള ആളുകൾ ഒന്ന് ഒതുങ്ങിക്കൊടുക്കുക. കുട്ടികൾക്ക് വഴി കൊടുക്കുക.
മിഡിൽ പാത്ത് വേയിലുള്ള ആളുകളൊന്ന് മാറിക്കൊടുക്കൂ. കുട്ടികൾ ഇന്ന് നടന്നു വന്നോട്ടെ. മീഡിയ പ്ലീസ് കുട്ടികൾക്ക് വഴി കൊടുക്കും. യെസ്, നമുക്ക് ഇനി പ്രവേശനോത്സവത്തിൻ്റെ ദൃശ്യാവിഷ്കാരമാണ് നടക്കാനുള്ളത്. സ്റ്റെപ്പിലുള്ള മീഡിയ ഒന്ന് ബാക്കിലേക്ക് മാറേണ്ടതാണ്. അവിടെ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കമുള്ള എല്ലാ VVIPമാർക്കും പ്രവേശനോത്സവത്തിൻ്റെ ദൃശ്യാവിഷ്കാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കി കൊടുക്കാം. പാഠം 1 പുതുയുഗ വിദ്യാലയം 2026 പ്രവേശനോത്സവ ഗാനം ഒപ്പം അതിൻ്റെ നൃത്താവിഷ്കാരം വേദിയിൽ ഉടൻ തന്നെ അവതരിപ്പിക്കുന്നതാണ്. ഏവരും യഥാസ്ഥാനങ്ങളിൽ ഉപവിഷ്ടരാകേണ്ടതാണ്. ഓരോ പൂവും പുഞ്ചിരി തൂകുന്ന പ്രതീക്ഷകളുടെ പ്രഭാതത്തിലേക്ക് കൊച്ചുകൂട്ടുകാരെ നിങ്ങൾക്ക് സ്വാഗതം. പ്രശസ്ത പിന്നണി ഗാന രചയിതാവ് ശ്രീ റഫീഖ് അഹമ്മദ് രചിച്ച് നമുക്കേവർക്കും പ്രിയങ്കരനായ ശ്രീ ഹിഷാം അബ്ദുൽ വഹാബ് സംഗീതം നൽകി ആലപിച്ച പ്രവേശനോത്സവ ഗാനം അതിൻ്റെ ദൃശ്യാവിഷ്കാരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ അരങ്ങിൽ അവതരിപ്പിക്കുന്നു. ഇതിൻ്റെ വീഡിയോ ദൃശ്യാവിഷ്കാരം ചെയ്തിരിക്കുന്നത് ശ്രീ കെ മനോജ് അവർകളും ശ്രീ കെ ഷംനാസും ഒത്തുചേർന്നാണ്. അതിൻ്റെ നൃത്താവിഷ്കാരത്തിലേക്ക് പാലൊളി വിതറുന്നേ, തിളങ്ങും പാൽ ചിരി വിരിയുന്നേ, ഇനിയോരോ പൂവും പുഞ്ചിരി തൂകും നേരമായി മണ്ണേ. കിളിയേ കിളിയേ ചിറകുകൾ നീർത്തി വീശിവാവാ, നാടിൻ നന്മകൾ പാടിയുണർത്താൻ നേരിൻ ചൊടിയോടെ. കേറിവാ കേറിവാ പടിവാതിലുകളിൽ ഓടിവാ, പാടിവാ ആടിവാ നേടണമറിവുകൾ അക്ഷരങ്ങളായി. കേറിവാ കേറിവാ മരണമിരുളുകൾ നേരവാ, പോയിടാം നേടിടാം വേററിവുണരുമി പൂക്കളാകുവാൻ. കേറിവാ പാടിവാ സ്നേഹാരാമം തീർക്കുവാൻ, പാറിവാ പാറിവാ വാതായനമിതിലേ. കേറിവാ കേറിവാ പടിവാതിലുകളിൽ ഓടിവാ, പാടിവാ ആടിവാ വാതായനമിതിലേ. കാലുകളിടറാതെ ശിരസിൻ ധീരത കുനിയാടെ, ഇനി കേരളക്കര ലോകമിതെങ്ങും കേളി കേട്ടിടണം. വെയിലേ മഴയേ പുതു പുതു നാം ഉണർത്തുവാൻ വാ, നാം ഒന്നാണെന്നറിയുകയല്ലോ ജീവിതാദ്യ പാഠം. കേറിവാ കേറിവാ പടിവാതിലുകളിൽ ഓടിവാ, പാടിവാ ആടിവാ നേടണമറിവുകൾ അക്ഷരങ്ങളായി. കേറിവാ
നൃത്ത അധ്യാപിക ഡോക്ടർ കൃഷ്ണേന്ദു ഹരി ചിട്ടപ്പെടുത്തിയ മനോഹരമായ ദൃശ്യാവിഷ്കാരമാണ് നാം ഇപ്പോൾ കണ്ടത്. ഈ പുതുയുഗ പിറവിയിൽ നമ്മുടെ കൊച്ചുകൂട്ടുകാർക്ക് ആശംസകൾ നേർന്നുകൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ അവർകൾ നവാഗതർക്ക് സ്കൂൾ ബാഗും കുടയും അതോടൊപ്പം മറ്റ് പഠനോപകരണങ്ങളും സമ്മാനിക്കുന്നു. ഒപ്പം അവരുമായി സംവദിക്കുന്നു. തിളങ്ങും പാൽച്ചിരി വിരിയുന്നേ, ഇനിയോരോ പൂവും പുഞ്ചിരി തൂകും നേരമായി മണ്ണേ. കിളിയേ കിളിയേ ചിറകുകൾ നീർത്തി വീശിവാവാ, നാടിൻ നന്മകൾ പാടിയുണർത്താൻ നേരിൻ ചൊടിയോടെ. കേറിവാ കേറിവാ പടിവാതിലുകളിൽ ഓടിവാ, പാടിവാ ആടിവാ നേടണമറിവുകൾ അക്ഷരങ്ങളായി. കേറിവാ കേറിവാ മരണമിരുളുകൾ നേരവാ, പോയിടാം നേരിടാം വേററിവുണരുവി പൂക്കളാകുവാൻ. കേറിവാ പാടിവാ സ്നേഹാരാമം തീർക്കുവാൻ പാറിവാ. നമ്മുടെ കൊച്ചുകൂട്ടുകാർക്ക് സ്കൂൾ ബാഗും മറ്റ് പഠനോപകരണങ്ങളും സമ്മാനിക്കുന്നതിനായി നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ അവർകളെ സ്വാഗതം ചെയ്യുന്നു. കാലുകളിടറാതെ ശിരസിൻ ധീരത കുനിയാതെ, ഇനി കേരളക്കര ലോകമിതെങ്ങും കേളി കേട്ടിടണം. പുതു പുതു നാം ഉണർത്തുവാൻ നാം ഒന്നാണെന്നറിയുകയല്ലോ ജീവിതാദ്യ പാഠം. വേദിയുടെ മുന്നിലിരിക്കുന്ന നമ്മുടെ കൊച്ചുകൂട്ടുകാർക്കാണ് നമ്മുടെ മുഖ്യമന്ത്രി ബാഗും മറ്റ് പഠനോപകരണങ്ങളും സമ്മാനിക്കുന്നത്. ഇത് മാഡത്തിന്റെ അല്ലേ? ചരിവുണ്ടോ ചേട്ടാ? ഇങ്ങോട്ട് ചരിവുണ്ടോ? അതങ്ങനെ ചരിഞ്ഞിരുന്ന നേരെ സ്ട്രേറ്റ് കിട്ടുന്നേ, നേരെ നേരെ ഇതിന് നേരെ ഇങ്ങോട്ട് ചരിഞ്ഞല്ലേ ഇരിക്കുന്നത്? അല്ല സാറേ, ആണോ? ഈ ഭാഗം കൂടെ കിട്ടണം. പ്രിയമുള്ളവരെ, ഈ വർഷത്തെ പ്രവേശനോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കുന്നു. വിശിഷ്ടാതിഥികളെ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത് ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസവും ന്യൂനപക്ഷ ക്ഷേമവും വകുപ്പ് മന്ത്രി ശ്രീ N. ശംസുദ്ദീൻ അവർകളാണ്. സാർ, അധ്യക്ഷ പദവി അലങ്കരിക്കുന്നതിനായി അങ്ങേ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ടാതിഥികളെ സ്വാഗതം ചെയ്യുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി
ഡോക്ടർ ശർമിള മേരി ജോസഫ് IAS. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ അവർകൾ. മുഖ്യാതിഥി ബഹുമാനപ്പെട്ട ആരോഗ്യം ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ K മുരളീധരൻ അവർകൾ. മുഖ്യപ്രഭാഷണം ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ CP ജോൺ അവർകൾ. വിശിഷ്ടാതിഥികളായി എത്തിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട തിരുവനന്തപുരം നഗരസഭാ മേയർ ശ്രീ VV രാജേഷ് അവർകൾ. ഒപ്പം ബഹുമാനപ്പെട്ട MP ഡോക്ടർ ശശി തരൂർ അവർ. ആശംസകൾ നേരുന്നത് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി V പ്രിയദർശിനി അവർകൾ, ജില്ലാ കലക്ടർ ശ്രീമതി അനുകുമാരി IAS, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ചെമ്പഴന്തി ഉദയൻ അവർകൾ. ഒപ്പം പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും. പാഠം 1 പുതുയുഗ വിദ്യാലയം 2026 സ്കൂൾ പ്രവേശനോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അക്ഷരങ്ങളും അക്കങ്ങളും ചേർന്ന് അറിവിന്റെ നുറുങ്ങുകൾ സൃഷ്ടിക്കാനും ആട്ടവും പാട്ടും ചിത്രമെഴുത്തും കളിശിരികളുമായി ഒത്തൊരുമിക്കാനും വിദ്യാലയമുറ്റത്തെത്തുന്ന കുരുന്നുകൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നതിനായി സംസ്ഥാനത്തുടനീളം എല്ലാ വിദ്യാലയങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. ഇത് നമ്മുടെ ഉത്സവമാണ്. പ്രതീക്ഷയുടെ പുതുയുഗം വന്നെത്തിയിരിക്കുന്നു. ഈ വർഷത്തെ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങിലേക്ക് കടക്കുകയാണ്. പ്രാർത്ഥന. അറിവിന്റെ ദീപം എല്ലാ ഹൃദയങ്ങളിലും ദീപ്തമാകട്ടെ. വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ടാതിഥികളെ സ്വാഗതം ചെയ്യുന്നതിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ശർമിള മേരി ജോസഫ് IASനെ ക്ഷണിക്കുന്നു.
എല്ലാവർക്കും നമസ്കാരം. 2026 പ്രവേശനോത്സവം 2026 അക്കാഡമിക് ഇയറിൻ്റെ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ അവർകൾ, ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസവും ന്യൂനപക്ഷ ക്ഷേമവും വകുപ്പ് മന്ത്രി ശ്രീ എൻ ശംസുദ്ദീൻ അവർകൾ, മുഖ്യ അതിഥി ബഹുമാനപ്പെട്ട ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ കെ മുരളീധരൻ അവർകൾ, വേദിയിലുള്ള തിരുവനന്തപുരം ബഹുമാനപ്പെട്ട മേയർ ശ്രീ വി വി രാജേഷ് അവർകൾ, വേദിയിലുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി വി പ്രിയദർശിനി, ഡയറക്ടർ ജനറൽ ഓഫ് എഡ്യൂക്കേഷൻ ശ്രീ ആസിഫ്, മറ്റ് ജനപ്രതിനിധികളെ, ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട കുട്ടികളെ, സ്നേഹവും സന്തോഷവും നിറഞ്ഞ പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് നമ്മുടെ കുരുന്നുകളെയും വിദ്യാർത്ഥിനികളെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നീണ്ട വേനൽ അവധിക്ക് ശേഷം പുത്തൻ യൂണിഫോമും ബാഗും പുസ്തകങ്ങളുമായി നമ്മുടെ കുട്ടികൾ സ്കൂളുകളിലേക്ക് തിരിച്ചു വരുന്നു. ആ കുട്ടികളുടെ ചിരിയും സന്തോഷവുമാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ ഏറ്റവും വലിയ മാധുര്യം. പഠനം എന്നത് മുൻപ് സൂചിപ്പിച്ചിരുന്നത് പോലെ പഠനം ഇസ് നോട്ട് ജസ്റ്റ് ദ 3 hours ഓഫ് റീഡിങ്, റൈറ്റിംഗ് ഓർ അരിത്മെറ്റിക്. പഠനം എന്ന് പറയുന്നത് അറിവ് നേടുന്നതിനോടൊപ്പം കുട്ടികളുടെ കലാകായിക കഴിവുകൾ കണ്ടെത്തുന്നതിനും വികസിപ്പിക്കുന്നതിനും അതോടൊപ്പം അവരുടെ പേഴ്സണൽ ആൻഡ് സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതിനും അവസരം നൽകുന്ന ഒരു വേദിയാണ് പഠനം. അതിനവസരം നൽകുന്ന വേദിയാണ് നമ്മുടെ സ്കൂളുകൾ. പുതുയുഗ കാലത്തിൽ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തെയും ഇന്ന് അധ്യാപക സമൂഹവും മുതിർന്ന വിദ്യാർത്ഥി സമൂഹവും ആശ്രയിക്കുന്നുണ്ട്. പുതുയുഗ ഒരു ടൂൾ ഉപയോഗിച്ച് AI ടൂൾസ് ഉപയോഗിച്ച് തയ്യാറാക്കിയ പ്രവേശനോത്സവത്തിൻ്റെ ചില വരികൾ ഞാൻ ഉദ്ധരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അറിവിൻ്റെ പുത്തൻ പുലരിയുമായി സ്കൂളുകൾ വീണ്ടും തുറന്നല്ലോ. സുന്ദര ചിത്രശലഭങ്ങൾ പോലെ കുഞ്ഞുങ്ങൾ ഓടിയെത്തിയല്ലോ. സ്കൂൾ മണി വീണ്ടും മുഴങ്ങുന്നു. അക്ഷരങ്ങളും അക്കങ്ങളും ടീച്ചർമാർ വീണ്ടും ചൊല്ലിക്കൊടുക്കുമല്ലോ. കഥകളും പാട്ടുകളും കളികളും ഒപ്പം കുട്ടികൾ പാഠങ്ങൾ പഠിക്കുമല്ലോ. നാടിൻ്റെ ഉത്തമ പൗരന്മാരായി വളരട്ടെ നമ്മുടെ കുട്ടികൾ. സ്കൂൾ പഠനകാലം കുട്ടികൾക്ക് അറിവിൻ്റെ വെളിച്ചം പകർന്നു നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഈ പ്രവേശനോത്സവത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തിൻ്റെ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി ശ്രീ എൻ ശംസുദ്ദീൻ അവർകളാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ സാരഥ്യം ഏറ്റെടുത്ത അദ്ദേഹത്തിന് ആശംസകൾ ആദ്യമേ നേർന്നുകൊള്ളുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെ അറിവിൻ്റെ അംബാസഡേഴ്സ് ഓഫ് നോളജ് ആയിട്ട് വളർത്തിയെടുക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ ഉദ്യമത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഏറ്റവും സ്നേഹത്തോടെ ബഹുമാനത്തോടെ ബഹുമാനപ്പെട്ട മന്ത്രിയെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. രണ്ടായിരത്തി 2026 സ്കൂൾ പ്രവേശനോത്സവത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ അവർകളാണ്. സാക്ഷരതയിലും പൊതുവിദ്യാഭ്യാസത്തിലും പ്രാഗൽഭ്യ നൈപുണ്യത്തിലും ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിനെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കുവാൻ ആധുനിക സാങ്കേതിക വിദ്യയുടെ ഫലപ്രദമായ വിനിയോഗത്തിലൂടെ കൂടുതൽ ഉയരത്തിലേക്ക് എത്തിക്കുവാനും ശക്തിപ്പെടുത്തുവാനുമുള്ള അദ്ദേഹത്തിൻ്റെ ഉദ്യമത്തിന് എല്ലാ ആശംസകളും നേരുന്നു. ഈ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുവാൻ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. ഈ യോഗത്തിൻ്റെ മുഖ്യ അതിഥിയായി ഇവിടെ പങ്കെടുക്കുന്നത് ബഹുമാനപ്പെട്ട ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ കെ മുരളീധരൻ അവർകളാണ്. ബഹുമാനപ്പെട്ട ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രിയെയും ഏറ്റവും സ്നേഹത്തോടെ ആദരവോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വേദിയിൽ സന്നിഹിതനായിട്ടുള്ള ബഹുമാനപ്പെട്ട തിരുവനന്തപുരം മേയർ ശ്രീ വി വി രാജേഷ് അവർകളെ യോഗത്തിലേക്ക് ബഹുമാനത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു.
തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി വി പ്രിയദർശിനി അവർകളെ യോഗത്തിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട മറ്റെല്ലാ ജനപ്രതിനിധികളെയും ബഹുമാനപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. യോഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിസിപ്പൻസ് ആയിട്ടുള്ള പ്രിയപ്പെട്ട കുഞ്ഞു മക്കളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ സ്കൂളിൻ്റെ ടീച്ചേഴ്സിനെയും കുട്ടികളുടെ മാതാപിതാക്കളെയും യോഗം കവർ ചെയ്യാൻ എത്തിയിട്ടുള്ള മീഡിയ പ്രവർത്തകരെയും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസവും ന്യൂനപക്ഷ ക്ഷേമവും വകുപ്പ് മന്ത്രി ശ്രീ എൻ ശംസുദ്ദീൻ അവർകളെ അധ്യക്ഷ പ്രസംഗത്തിന് ക്ഷണിക്കുന്നു. വളരെ മനോഹരമായ സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവത്തിൻ്റെ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന കേരളത്തെ ഒരു പുതുയുഗത്തിലേക്ക് നയിക്കാൻ കാലം നിയോഗിച്ചിട്ടുള്ള പ്രതിഭാധനനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ അവർകളെ, അതുപോലെ തന്നെ ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന പ്രിയങ്കരനായ ഈ പ്രദേശത്ത് നിന്ന് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള നമ്മുടെ ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി പ്രിയപ്പെട്ട ശ്രീ കെ മുരളീധരൻ, നമ്മുടെ ബഹുമാനപ്പെട്ട തിരുവനന്തപുരം മേയർ പ്രിയപ്പെട്ട സ്നേഹിതൻ VV രാജേഷ്, വേദിക്ക് സ്വാഗതം ആശംസിച്ച പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ സെക്രട്ടറി പ്രിയങ്കരിയായ ഡോക്ടർ ഷർമിള മേരി ജോസഫ് IAS, അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഡയറക്ടർ ജനറൽ ഓഫ് എഡ്യൂക്കേഷൻ ശ്രീ ആസിഫ് K യൂസഫ്, വേദിയിലുള്ള പ്രിയദർശിനി, അനുകുമാരി, ചെമ്പഴന്തി ഉദയൻ, അതുപോലെ തന്നെ രേഷ്മ, ജയപ്രകാശ്, സുപ്രിയ, വിവേകാനന്ദൻ, B അബുരാജ്, ശ്രീ K അൻവർ സാദത്ത്, പ്രമോദ്, ജിനീഷ് കുമാർ, ഷിബു, ശ്രീ സന്തോഷ്, ഷൈൻമോൻ, ഷാജിദ, ശ്രീമതി നവീന, ശ്രീജ ഗോപിനാഥ്, അജിത, ഗീത നായർ, നജീബ്, ബിജു, ലീന ദേവി, ശ്രീമതി ഗീത, K ലൈലാസ്, സജീവ് കുമാർ, അജിത് കുമാർ തുടങ്ങി വേദിയിൽ സന്നിഹിതരായ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സർവോപരി ഇന്നത്തെ വിശിഷ്ടാതിഥികൾ എന്ന് പറയുന്നത് കേരളത്തിൽ പുതുതായി വിദ്യാലയ പ്രവേശനം നേടിയ 3,14,000 വിദ്യാർത്ഥിനികളാണ്. അവരുടെ പ്രതിനിധികളായി നമ്മുടെ ഈ പട്ടം ഗേൾസ് സ്കൂളിൽ പ്രവേശനം നേടിയ പ്രിയപ്പെട്ട കുരുന്നുകളായ പ്രിയപ്പെട്ട കുട്ടികളെ, വെക്കേഷന് ശേഷം സ്കൂളിലേക്ക് കടന്നു വന്ന മറ്റ് ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികളെ, ഈ സ്കൂളിലെ അധ്യാപകരെ,
അധ്യാപികമാരെ, രക്ഷകർത്താക്കളെ, മറ്റ് വിദ്യാഭ്യാസ പ്രവർത്തകരെ, വിദ്യാഭ്യാസ വകുപ്പിലെ ജീവനക്കാരെ, സഹോദരന്മാരെ, എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ സ്നേഹാഭിവാദ്യങ്ങൾ നേരുകയാണ്. നമ്മളൊരു പുതിയ അധ്യയന വർഷത്തിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിലെ പോലെ തന്നെ വളരെയേറെ ഉത്സവഛായ പകർന്ന അന്തരീക്ഷത്തിലാണ് കേരളത്തിലെ സ്കൂളുകളിൽ ഈ ദിനം ആചരിക്കുന്നത്. ഇന്ന് സ്കൂളുകളിലേക്ക് കുട്ടികൾ മാത്രമല്ല, അവരുടെ കൂടെ രക്ഷകർത്താക്കളും മറ്റ് ജനപ്രതിനിധികളും സമൂഹത്തിലെ വിവിധ കോണുകളിലുള്ളവരൊക്കെ സ്കൂളുകളിലേക്ക് വരികയാണ്. തങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടികളെ ഉത്സവഛായ പകർന്ന അന്തരീക്ഷത്തിൽ സ്വാഗതം ചെയ്യാനും ഒരു പുതിയ അധ്യയന വർഷത്തിൽ അവർക്ക് പിന്തുണയും സഹായവും അഭിവാദ്യങ്ങളും അർപ്പിക്കാനാണ് സമൂഹം സ്കൂളുകളിലേക്ക് ഇന്ന് കടന്നു വരുന്നത്. അധ്യയന വർഷത്തിൻ്റെ ആരംഭം വളരെ ആഹ്ലാദത്തോടു കൂടി തന്നെ നിർവഹിക്കപ്പെടണമെന്ന്, എല്ലാം പൂർത്തീകരിച്ച് നടത്തണമെന്ന് പുതിയ സർക്കാരിനും ഏറെ ആഗ്രഹമുണ്ടായി. ഇന്നേ ദിവസത്തേക്ക് ശ്രീ വി ഡി സതീശൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അധികാരത്തിൽ വന്നിട്ട് 2 ആഴ്ചയാണ് പൂർത്തിയാവുന്നത്. ഈ വകുപ്പിൻ്റെ ചുമതല ഏറ്റെടുത്തിട്ടും അതേ കാലയളവ് തന്നെയാണ്. പക്ഷേ ഓരോ ദിവസവും വിദ്യാഭ്യാസ വകുപ്പിലെ ഈ പറഞ്ഞ നേതൃത്വത്തിൻ്റെ ഒക്കെ പിന്തുണയോടുകൂടി ഞങ്ങൾ ഒരുമിച്ച് വലിയ പരിശ്രമങ്ങൾ നടത്തി എല്ലാ സ്കൂളുകളിലും സമയത്തിന് പാഠപുസ്തകങ്ങൾ എത്തിക്കാൻ സാധിച്ചു. യൂണിഫോം വിതരണം കാര്യക്ഷമമായി ഏറെക്കുറെ പൂർത്തീകരിച്ചു. സ്കൂളുകളിലൊക്കെ ഇന്ന് നല്ല സൗഹൃദപൂർണമായ അന്തരീക്ഷത്തിൽ നമ്മുടെ കുട്ടികളെ ബഹുമാനിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ചടങ്ങുകൾ സംഘടിപ്പിക്കാൻ സാധിച്ചു. അങ്ങനെ ഒരു പുതിയ അധ്യയന വർഷത്തിന് തുടക്കം കുറിക്കുകയാണ്. ഒരു പുതുയുഗ വിദ്യാലയം എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഒരു കാഴ്ചപ്പാട്. വിദ്യാഭ്യാസം നമുക്കറിയാം, വിദ്യാഭ്യാസ രംഗത്ത് അനുദിനം മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ കാലഘട്ടം ശാസ്ത്ര സാങ്കേതിക പുരോഗതി അനുദിനം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ മാറ്റങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുന്നത് വിദ്യാഭ്യാസ മണ്ഡലത്തിലാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ വിദ്യാഭ്യാസ രംഗം നമ്മൾ സജ്ജീകരിക്കേണ്ടതുണ്ട്. ഔട്ട്ഡേറ്റഡായ കാര്യങ്ങളല്ല നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. നിലവിലുള്ള ഏറ്റവും മോഡേൺ ആയിട്ടുള്ള, ഏറ്റവും ആധുനികമായിട്ടുള്ള, ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള സംഗതികളാണ് നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കേണ്ടത്. ഇന്നത്തെ നമ്മുടെ കുട്ടികൾ മത്സരിക്കുന്നത് കേവലം നമ്മുടെ നാട്ടിലെ കുട്ടികളുമായി മാത്രമല്ല. ഇന്ന് ലോകം ഒരു ഗ്ലോബൽ വില്ലേജാണ്. ഇനി നാളെ ഭാവിയിൽ ഒരു ജോലിക്കോ ഉപരിപഠനത്തിനോ നമ്മുടെ കുട്ടികൾ മത്സരിക്കേണ്ടി വരുന്നത് ലോകത്തുള്ള കുട്ടികളോടാണ്. ഒരു ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയാണ്. പല അവസരങ്ങളിലും അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വിദ്യാഭ്യാസ മണ്ഡലം, വിദ്യാഭ്യാസ രംഗം വളരെ പ്രാപ്തമാകണം, ശാക്തീകരിക്കപ്പെടണം, പോരായ്മകൾ പരിഹരിക്കപ്പെടണം, കാലോചിതമായി പരിഷ്കരിക്കപ്പെടണം എന്നൊക്കെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. ഏതായിരുന്നാലും അത്തരം പരിഷ്കാരങ്ങളൊക്കെ അക്കാദമിക സമൂഹവുമായി വലിയ ചർച്ചകൾക്ക് ശേഷം മാത്രമായിരിക്കും എന്നുകൂടി ഈ സന്ദർഭത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഇന്ന് കടന്നു വന്ന നമ്മുടെ കുട്ടികൾ അവരൊക്കെ വലിയ ആവേശത്തിലാണ്. ഞാനിപ്പോൾ നേരത്തെ വന്ന് ഇന്ന് പ്രവേശനം നേടിയ, ആദ്യമായി സ്കൂളിൽ പ്രവേശിക്കുന്ന കുട്ടികളെയൊക്കെ കണ്ടു. വളരെ 1-2 കുട്ടികൾക്ക് മാത്രമേ അമ്മയെ വിട്ടു നിന്നതിൻ്റെ ഒരു പ്രയാസം കാണാൻ സാധിച്ചുള്ളൂ. ബാക്കി മക്കളൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങൾ ഹാപ്പിയല്ലേ? ഹാപ്പിയല്ലേ? ഹാപ്പിയാണ്. അതെ. അപ്പോൾ ഇതൊക്കെ വിദ്യാഭ്യാസ രംഗത്തും വിദ്യാർത്ഥികൾക്കിടയിലും ഉണ്ടായൊരു മാറ്റമാണ്. നമ്മളൊക്കെ കുട്ടികളായിരുന്ന കാലത്ത് ക്ലാസ് റൂമിൽ കൊണ്ടുപോയാക്കും, രക്ഷിതാവിൻ്റെ കൂടെ തന്നെ കരഞ്ഞുകൊണ്ട് കുട്ടി തിരിച്ചോടും, വല്ലാത്ത ബഹളവും കരച്ചിലും ഒക്കെ ആയിരുന്നു.
വർഷങ്ങളായി അതിനൊക്കെ പടിപടിയായി മാറ്റം വന്നു. ഇന്ന് നമ്മുടെ മക്കൾ വളരെയേറെ പ്രാപ്തിയുള്ളവരാണ്. ചെറിയ കുട്ടികൾ പോലും സ്വന്തം വന്ന് പരിചയപ്പെടാനും, ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇരിക്കുമ്പോൾ കുട്ടികൾ വന്ന് ഞങ്ങളൊരു സെൽഫി എടുത്തോട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം അതിന് വളരെ സന്തോഷത്തോടു കൂടി അനുവാദവും കൊടുക്കുന്നു. എല്ലാവരും കുട്ടികൾ സെൽഫി എടുത്ത് താങ്ക്സ് പറഞ്ഞ് കടന്നു പോകുന്നു. ചെറിയ മക്കളാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ കുട്ടികളിൽ വന്ന അവരുടെ വ്യക്തിത്വത്തിൽ വന്ന ഒരു മാറ്റമാണ്. നല്ല നിർഭയത്വത്തോടുകൂടി സഭാകമ്പമില്ലാതെ ഇപ്പോഴേ അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നു. അവരെയാണ് നമ്മൾ കൂടുതൽ ശാക്തീകരിച്ച് മുന്നോട്ട് കൊണ്ടുവരേണ്ടത്. സമയപരിമിതി മൂലം ഞാൻ മറ്റ് വിഷയങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഇന്ന് ആദ്യമായി വിദ്യാലയ പ്രവേശനം നേടിയ ഈ 3,14,000 മക്കൾ, 3,14,000 കുട്ടികൾ നാളത്തെ നമ്മുടെ നാടിൻ്റെ ഭാവി ഭാഗതയെ നിർണയിക്കേണ്ടവരാണ്. കുട്ടികൾ പൂക്കളെ പോലെയാണ്. നല്ല പരിചരണം നൽകിയാൽ ആ പൂവ് മനോഹരമായി വിടരും. അപ്പം ഈ പൂക്കളെ, ഈ കുട്ടികളെ, ഇത് ഞങ്ങൾ ഇവിടെ ഇപ്പോൾ പങ്കെടുത്ത ഈ കുട്ടികൾക്ക് മാത്രമല്ല, ഇത് ദൃശ്യങ്ങളിലൂടെ കാണുന്ന കേരളത്തിലെ ലക്ഷക്കണക്കിന് കുട്ടികളെ നമ്മൾ പൂക്കളായി കണ്ട് പരിപാലിച്ച് നല്ല രീതിയിൽ വിടർന്ന് മണം പരത്തി സുഗന്ധം പരത്തി പരിലസിക്കാൻ നമ്മൾ അവസരമുണ്ടാക്കി കൊടുക്കണം. വിദ്യാഭ്യാസ രംഗത്തുള്ള നിക്ഷേപമാണ് നമ്മുടെ മുൻ പ്രസിഡന്റ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. വിദ്യാഭ്യാസ രംഗത്തുള്ള നിക്ഷേപമാണ് ഏറ്റവും നല്ല നിക്ഷേപം. അത് തലമുറകളിലേക്ക് കടന്നു പരന്നൊഴുകും. നമ്മളൊരു റോഡ് പണിതാൽ, ഒരു കെട്ടിടമുണ്ടാക്കിയാൽ, ഒരു പാലം പണിതാൽ അതിന് നിശ്ചിതമായ കാലാവധിയുണ്ട്. പക്ഷേ ഒരു വിദ്യാഭ്യാസ രംഗത്തൊരു നിക്ഷേപം നടത്തിയാൽ അതിൻ്റെ ഗുണം തലമുറകളിലേക്ക് കടന്നു പരന്നൊഴുകുകയാണ്. ഏറ്റവും നല്ല ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് വിദ്യാഭ്യാസ രംഗത്തുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഒരിക്കൽ, അധ്യാപകനായ നമ്മുടെ മുൻ പ്രസിഡന്റ് ഒരിക്കൽ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളെ പാഠ്യപദ്ധതികൾ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഇന്ന് വരുന്ന ഈ ഓരോ കുട്ടിയും ക്ലാസ് റൂമുകളിലൂടെ പഠിക്കുന്നത് സഹജീവികളോടുള്ള സ്നേഹവും കരുണയും ആർദ്രതയും, അങ്ങനെ പങ്കുവെപ്പിൻ്റെ ഒരു ചൈതന്യമാണ് അവർ മനസ്സിലാക്കുന്നത്. സ്വന്തം വീട്ടിൽ തനിക്ക് മാത്രമായുണ്ടായിരുന്ന കളിപ്പാട്ടം അത് ആ കുട്ടി മാത്രമാണ് ഉപയോഗിച്ചിരുന്നത്. ഇന്ന് ഇവിടെ കളിക്കാനുള്ള ഉപകരണം എനിക്കൊരു സമയത്ത് അനുവദനീയമാണ്, പക്ഷേ എൻ്റെ കൂട്ടുകാർക്കും ഇതിൽ അവകാശമുണ്ട്, ഇത് അവർക്കും പങ്കുവെക്കണം എന്ന ബോധ്യമാണ് നമ്മൾ ഈ ക്ലാസ് റൂമുകളിൽ നിന്ന് അവർക്ക് ലഭിക്കുന്നത്. അങ്ങനെ നല്ല പാഠങ്ങൾ പകർന്നു നൽകി നല്ല പ്രതിഭകളായി നമുക്ക് അവരെ വളർത്താൻ സാധിക്കണം. വിദ്യാഭ്യാസ രംഗത്തെ എല്ലാ ക്ലാസ്സുകളിലും നമുക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കണം. അങ്ങനെ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മണ്ഡലം ഏറെ നവോന്മേഷത്തോടുകൂടി മുന്നേറുന്ന നാളുകളായിരിക്കണം നമുക്ക് മുമ്പിലുള്ളത്. അതിനെല്ലാവരുടെയും സഹകരണവും പിന്തുണയും ഉണ്ടാകണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ മനോഹരമായ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ ഇവിടെ ഏറെ സന്തോഷത്തോടു കൂടി എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശനാണ്. അദ്ദേഹത്തെ ആ കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി സസന്തോഷം വിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടി ക്ഷണിച്ചുകൊണ്ട് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ആഹ്ലാദത്തോടെ ഈ അധ്യയന വർഷം ആഘോഷമാക്കുവാനും അറിവിന്റെ ലോകത്ത് ആത്മവിശ്വാസത്തോടെ മുന്നേറുവാനും നമ്മുടെ കുട്ടികൾക്ക് അങ്ങയുടെ വാക്കുകൾ പ്രചോദനമാകുന്നു. ഈ വർഷത്തെ സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം ഭദ്രദീപം കൊളുത്തി നിർവഹിക്കുന്നതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ അവരെ ക്ഷണിക്കുന്നു.
ഉദ്ഘാടന പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ അവരെ ക്ഷണിക്കുന്നു. ഏറ്റവും ബഹുമാന്യനായ അധ്യക്ഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ എൻ ഷംസുദ്ദീൻ, പ്രിയങ്കരനായ നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീ കെ മുരളീധരൻ, നമ്മുടെ മേയർ ശ്രീ രാജേഷും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പ്രിയദർശിനിയും ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെ, നമ്മുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീമതി ഷർമിള മേരി ജോസഫ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ, HMും ഹെഡ് മാസ്റ്ററും ഉൾപ്പെടെയുള്ള അധ്യാപക ശ്രേഷ്ഠരെ, രക്ഷകർത്താക്കളെ, പ്രിയമുള്ള വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, ഈ മനോഹരമായ സുദിനത്തിൽ സംസ്ഥാനത്തെ സ്കൂളുകളിലേക്കുള്ള പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ ഈ വിദ്യാലയത്തിൻ്റെ മുറ്റത്ത് ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ മുഴുവൻ ഗ്രഹാതുരത്വം നിറഞ്ഞ എൻ്റെ കുട്ടിക്കാലമായിരുന്നു. എൻ്റെ മനസ്സിൽ മുഴുവൻ ഇവിടെ ഇരിക്കുമ്പോൾ എന്തൊരു സന്തോഷകരമായ ദിവസമാണിത്. പക്ഷെ എനിക്കൊരു സങ്കടമുണ്ട് ഇന്നത്തെ ദിവസം. കാരണം മഴ പെയ്യുന്നില്ല എന്നുള്ളതാണ് സങ്കടം. ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ സ്കൂൾ തുറക്കുന്ന ദിവസം ഉറപ്പായി മഴ പെയ്യുമായിരുന്നു. നിങ്ങൾ ഭൂരിഭാഗം പേര് സ്കൂൾ ബസ്സിലൊക്കെയാണ് വരുന്നത്. ഞങ്ങളെല്ലാവരും അന്ന് നടന്നാണ് സ്കൂളിലേക്ക് പോയിരുന്നത്. വെള്ളം തട്ടിത്തെറിപ്പിച്ച്, കുറേ മഴ കൊണ്ട്, കുടയുണ്ടെങ്കിലും കുട മാറ്റിപ്പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ച് വളർന്നൊരു വരവുണ്ട്. മഴയില്ലാത്തതിൻ്റെ ഒരു വിഷമം എനിക്ക് തോന്നുന്നു. ഈ പ്രാവശ്യം പറയുന്നത് കാലാവസ്ഥാ വ്യതിയാനമൊക്കെ ആയതുകൊണ്ട് ഒരാഴ്ച കൂടി വൈകുമെന്നാണ് പറയുന്നത് മൺസൂൺ വരാൻ വേണ്ടി. മൺസൂൺ വന്നാൽ പിന്നെ മഴയാണ്, പിന്നെ 2 മാസത്തേക്ക് വലിയ മഴയാണ്. അത് സ്കൂൾ തുറക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞങ്ങളെല്ലാം കുഞ്ഞുനാളിലെ കരുതിയിരുന്നത്. നമുക്കറിയാം, നിങ്ങളുടെ മാതാപിതാക്കൾ ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് പ്രതീക്ഷകളുമാണ് നിങ്ങളെക്കുറിച്ചുള്ളത്. ഇപ്പം പഴയതുപോലെയൊന്നും അല്ല. എന്നെ 1-ാം ക്ലാസ്സിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അച്ഛൻ സ്കൂളിൽ വന്നത്. പിന്നെ സ്കൂളിൽ വന്നത് പ്രീ ഡിഗ്രിക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാണ്, കോളേജിൽ. അന്ന് പ്രീ ഡിഗ്രിയാണ്. അല്ലാതെ ഞാൻ പഠിച്ച 10 കൊല്ലം സ്കൂളിലും 12 കൊല്ലം കോളേജിൽ പഠിച്ചതിൻ്റെ ഇടയിൽ ഒരിക്കലും എൻ്റെ വീട്ടിൽ നിന്ന് ആരും എന്നെ അന്വേഷിച്ച് വന്നിട്ടില്ല. 2-3 കുഴപ്പമൊക്കെ കാണിച്ചപ്പോൾ വീട്ടിൽ നിന്ന് ആളെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞെങ്കിലും ഞാനതങ്ങ് കൈകാര്യം ചെയ്തു. ഇപ്പം അതാണോ? ഇപ്പം മാതാപിതാക്കൾ, പ്രത്യേകിച്ച് അമ്മമാർ, കുട്ടികളുടെ കാര്യത്തിൽ എന്തൊരു ശ്രദ്ധയാണ്. കിൻഡർ ഗാർഡനിൽ തന്നെ കുട്ടികളെ ചേർക്കുമ്പോൾ അവർ രാവിലെ തയ്യാറായി കുട്ടികളെ അണിയിച്ചൊരുക്കി, അല്ലേ, സ്കൂൾ ബസ്സിൻ്റെ അവിടെ കൊണ്ടുപോയി അല്ലെങ്കിൽ KG ക്ലാസ്സിൽ കൊണ്ടുപോയി ചേർക്കുന്നു. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തുണ്ടായ പുരോഗതിയിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത് കേരളത്തിലെ അമ്മമാരാണ് എന്ന് ഞാൻ പ്രത്യേകം പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നു. അവരുടെ കുഞ്ഞുങ്ങളോടുള്ള ശ്രദ്ധ, അവരുടെ പഠനകാര്യത്തിലുള്ള ശ്രദ്ധ. ഇപ്പോൾ PTA യോഗം വിളിച്ചാൽ ഒരു 80% സ്ത്രീകളായിരിക്കും. വളരെ കുറച്ച് പുരുഷന്മാരേ വരുള്ളൂ. പിതാക്കന്മാർ വളരെ കുറച്ചാണ്. അമ്മമാരാണ് PTA യോഗത്തിൽ വരെ പങ്കെടുക്കുന്നത്. കുട്ടികളുടെ പഠനകാര്യത്തിൽ അവരാണ് ഏറ്റവും ശ്രദ്ധയുള്ളത്. ഞാൻ ദീർഘമായി പ്രസംഗിക്കുന്നൊന്നുമില്ല. എനിക്ക് പറയാനുള്ളത്, അധ്യാപകരും കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളും തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കണം, നല്ല സൗഹൃദം ഉണ്ടാക്കണം. കുട്ടികൾ അവരുടെ ചെറിയ പ്രായത്തിൽ ഒരുപാട് കഴിവുകൾ അവരുടെ പുറത്തു വരും അറിയാതെ. ചിലപ്പോൾ വീട്ടിൽ വെച്ചായിരിക്കാം, ചിലപ്പോൾ സ്കൂളിൽ വെച്ചായിരിക്കാം. അങ്ങനെ കണ്ടാൽ അധ്യാപകരും രക്ഷകർത്താക്കളും തമ്മിൽ അത് പരസ്പരം പങ്കുവയ്ക്കണം. ഞാൻ പണ്ട് ഒരു ചരിത്രകാരൻ, കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ ചരിത്രകാരൻ MGS നാരായണൻ എഴുതിയ ഒരു ലേഖനം വായിച്ചിട്ടുണ്ട്. അദ്ദേഹം ലണ്ടനിൽ ഒരു സർവകലാശാലയിലെ വിസിറ്റിംഗ് പ്രൊഫസറായി പോകുന്നു. 5-ാം ക്ലാസ്സിലോ 6-ാം ക്ലാസ്സിലോ ആണെന്ന് തോന്നുന്നു മകനെ കൊണ്ടുപോയി ചേർക്കുന്നു സ്കൂളിൽ. ഒരു ദിവസം രാവിലെ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ വിളിക്കുകയാണ്, ഏറ്റവും അടുത്ത ദിവസം വന്ന് പാരൻ്റായ നിങ്ങൾ സ്കൂളിൽ വരണമെന്ന്. അപ്പോൾ ഇവിടെ വീട്ടിലെ ആളെ വിളിപ്പിച്ച എന്താ നമ്മൾ കരുതുക, എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിച്ചിട്ടുണ്ടെന്നാണ് ബാധ കരുതുക. അപ്പോൾ അദ്ദേഹം ഭയന്ന് പിറ്റേ ദിവസം തന്നെ രാവിലെ സമയം അറിയിച്ച് അവിടെ ചെന്നപ്പോൾ പ്രിൻസിപ്പലിൻ്റെ മുറിയിലിരിക്കുന്നത് പ്രിൻസിപ്പൽ, ക്ലാസ് ടീച്ചർ, ഗഡോളം, മാത്തമാറ്റിക്സിൻ്റെ ടീച്ചർ,
ഇപ്പോൾ പ്രിൻസിപ്പൽ ക്ലാസ് ടീച്ചറോട് പറയാൻ പറഞ്ഞു, ക്ലാസ് ടീച്ചർ പറഞ്ഞു മാത്തമാറ്റിക്സ് ടീച്ചറോട് പറയാൻ പറഞ്ഞു. സംഭവം എന്താണെന്ന് വെച്ചാൽ ക്ലാസ്സിൽ പ്രോബ്ലംസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്, കണക്ക് ചെയ്യാനുള്ളത്, മാത്സ് ടീച്ചർ. അപ്പോൾ എല്ലാ കുട്ടികളും ഒരു നിശ്ചിത സമയം എടുക്കും ഇത് കൂട്ടി, അല്ലേ, ഡെറിവേഷൻ ഒക്കെ കഴിഞ്ഞ് ഇതെല്ലാം കൂട്ടി ഉത്തരം കണ്ടെത്താൻ കുറേ സമയം എടുക്കും. പക്ഷെ ഈ കുട്ടി, MGSന്റെ കുട്ടി, ഏറ്റവും വേഗത്തിൽ ഈ കണക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കുകയാണ് എല്ലാ ദിവസവും. അപ്പോൾ ഈ കുട്ടിക്ക് അത്ഭുതകരമായ കഴിവുകളുണ്ട് എന്ന് കരുതി മാത്തമാറ്റിക്സ് ടീച്ചർ ക്ലാസ് ടീച്ചർക്ക് റിപ്പോർട്ട് ചെയ്യുന്നു, ക്ലാസ് ടീച്ചർ പ്രിൻസിപ്പലിന് റിപ്പോർട്ട് ചെയ്യുന്നു, പ്രിൻസിപ്പൽ ഉടനെ പിതാവിനെ വിളിച്ചു വരുത്തുന്നു. സംഭവം അന്വേഷിച്ചപ്പോൾ എന്താ സംഭവം എന്നറിയോ? അവൻ ഇവിടെ പഠിച്ചിട്ടാണ് പോയത്, ഇവിടെ നമ്മുടെ ടേബിൾ പഠിച്ചിട്ടാണ് പോയത്, പെരുക്കപ്പെട്ടിയ അറിയാലോ, മാത്സിൽ നേരത്തെ പഠിപ്പിക്കും ഇവിടെ. പക്ഷെ അവിടെ പഠിപ്പിക്കുന്നത് ഹൈസ്കൂൾ ക്ലാസ്സിലെത്തുമ്പോഴാണ് ടേബിൾ പഠിപ്പിക്കുന്നത്. ഇപ്പം ടേബിൾ പഠിച്ചതുകൊണ്ട് മറ്റുള്ള കുട്ടികളെക്കാൾ വേഗത്തിൽ ഈ കുട്ടിക്ക് അത് ചെയ്തു തീർക്കാൻ കഴിഞ്ഞു. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മറ്റുള്ള കുട്ടികളിൽ നിന്നും വ്യത്യസ്തമായി ഒരു കുട്ടി പ്രത്യേകമായ കഴിവുകൾ കാണിച്ചപ്പോൾ അത് ആ ടീച്ചറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു എന്നുള്ളതാണ്. എന്നിട്ട് അവർ പറയുന്നത് ഈ വലിയ ഒരു മാത്തമാറ്റീഷ്യനായി ഈ കുട്ടി മാറും, അതിനുള്ള എല്ലാ കഴിവുകളും ഉണ്ട്. അതുകൊണ്ട് മാതാപിതാക്കൾ കൂടി പ്രോത്സാഹിപ്പിക്കണം, കുട്ടിയെ പ്രത്യേകം ശ്രദ്ധിക്കണം, മാത്സിന് കുട്ടിക്ക് താല്പര്യമുണ്ടെന്നാണ്. നമ്മുടെ കുട്ടികൾക്ക് അതുപോലെ പല വിഷയത്തിലും പല താല്പര്യങ്ങളും ഉണ്ടാവും പൊതുവെ ചെറുപ്പത്തിൽ. അത് മാതാപിതാക്കളും രക്ഷിതാക്കളും അത് കണ്ടുപിടിച്ച് അത് പരസ്പരം പങ്കുവച്ചാണ് ഷെയർ ചെയ്യേണ്ടത്. എനിക്ക് കുഞ്ഞുങ്ങളോട് പറയാനുള്ളത്, നിങ്ങളൊരു പുതിയ കാലത്താണ് ജീവിക്കുന്നത്, ഞങ്ങൾ ആരും ജീവിച്ച കാലത്തല്ല. എന്താണ് ഈ കാലത്തിൻ്റെ പ്രത്യേകത? ഇത് നോളജ് എക്സ്പ്ലോഷൻ നടക്കുന്ന കാലമാണ്, വിജ്ഞാന വിസ്ഫോടനം എന്ന് പറഞ്ഞാൽ വല്ലതും പൊട്ടിത്തെറിക്കുന്നതാണോ? അല്ല. അത് പണ്ടും അറിവുകൾ ഉണ്ടായിക്കൊണ്ടിരുന്നു ലോകത്ത്, പക്ഷേ ഇപ്പോൾ അറിവുകൾ ഉണ്ടാകുന്നതിൻ്റെ വേഗത കൂടി. എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടി പഠിച്ചു പുറത്തിറങ്ങുമ്പോൾ പഠിച്ച കാര്യം കാലഹരണപ്പെട്ടു പോവാണ്, ഔട്ട്ഡേറ്റഡ് ആണ്, പുതിയ കാര്യങ്ങൾ വരികയാണ്. എല്ലാ രംഗത്തും പുതിയ കണ്ടുപിടുത്തങ്ങൾ, പുതിയ അറിവ്. നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ ലോകത്തിലെ വിവിധ ഗവേഷണശാലകളിൽ, സർവകലാശാലകളിൽ കണ്ടുപിടുത്തങ്ങൾ, പുതിയ അറിവുകൾ ഉണ്ടാകുകയാണ്. ഓരോ മിനിറ്റിലും പുതിയ അറിവുകൾ ഉണ്ടാകുകയാണ്. ആ അറിവുകൾ തേടി പിടിക്കുക എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ വെല്ലുവിളി. ഞങ്ങളൊക്കെ പഠിക്കുമ്പോഴാണ് കമ്പ്യൂട്ടർ വന്നത്, കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ്. കോളേജിലൊക്കെ പഠിക്കുമ്പോഴാണ് കമ്പ്യൂട്ടർ വന്നത്. വലിയ മാറ്റമാണ് അന്ന് ലോകത്തുണ്ടാക്കിയത്. ഇപ്പോഴെന്താ പുതിയ കണ്ടുപിടുത്തം? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അല്ലേ? നിർമ്മിത ബുദ്ധിയാണ്, ഭയങ്കര ബുദ്ധിയാണ്, നമ്മളെക്കാളും ബുദ്ധിയാണ് അതിന്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ എക്സ്പേർട്സ് പറയുന്നത്, ഇതുവരെ മനുഷ്യൻ കണ്ടുപിടിച്ച കണ്ടുപിടുത്തങ്ങളെല്ലാം മനുഷ്യന്റെ നിയന്ത്രണത്തിലാണ്. 2020 ഈ ദശകം കഴിഞ്ഞാൽ മനുഷ്യന്റെ ബുദ്ധിശക്തിയേക്കാൾ അപ്പുറത്തേക്ക് സൂപ്പർ ഇന്റലിജന്റായി മനുഷ്യവംശത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി മനുഷ്യൻ കണ്ടുപിടിച്ചൊരു കണ്ടുപിടുത്തം നമ്മളെക്കാൾ ബുദ്ധിയുള്ളതാവാൻ പോവാ, അല്ലേ? അതിനൊരു തമാശയായിട്ടൊരു കാര്യം പറയും. മനുഷ്യൻ ഒരുപാട് കുഴപ്പം പിടിച്ച സാധനങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇല്ലേ? കടാര, ആളുകളെ കുത്തിക്കൊല്ല, അല്ലേ? ആളുകളെ വേണമെങ്കിൽ കുത്തിക്കൊല്ലാം, കടാര. പക്ഷെ കടാര അതേ ഇവിടെ കൊണ്ടുവന്ന് ഈ ടേബിളിൽ വെച്ചാലോ എന്ത് പാവമാണ്. ഒറ്റയ്ക്ക് എഴുന്നേറ്റ് ആരെങ്കിലും കുത്തിക്കൊല്ലോ? ഒരു മനുഷ്യൻ വേണം, അല്ലേ? അതുപോലെ ഫുൾ ഓർഡറായിട്ടുള്ള ഒരു റിവോൾവർ, ഒരു തോക്ക്, ആ തോക്ക് ദേ ഈ ടേബിളിൽ കൊണ്ട് വെച്ചാലോ? തോക്ക് ഒറ്റയ്ക്ക് എഴുന്നേറ്റ് പോയി മനുഷ്യന്റെ സഹായം ഇല്ലാതെ എല്ലാവരെയും വെടിവെക്കുമോ? ഇല്ല. ഇനി ഏറ്റവും കുഴപ്പം പിടിച്ച സാധനം മനുഷ്യൻ കണ്ടുപിടിച്ചത് ഏതാ? ബോംബാണ്. ബോംബ് ഒറ്റയ്ക്ക് വിമാനത്തിൽ കയറി ഉക്രൈനിലും പാലസ്തീനിലും പോയി ബോംബിടോ? ഇല്ല. പക്ഷേ മനുഷ്യന്റെ കണ്ടുപിടുത്തം മനുഷ്യവംശ ചരിത്രത്തിൽ ആദ്യമായി ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തിയുള്ളതായി മാറുന്നു എന്നുള്ളതാണ്. ആ കാലത്താണ് നിങ്ങൾ ജീവിക്കുന്നത്. ഈ വൈജ്ഞാനിക വിസ്ഫോടനം നടക്കുന്ന ഈ കാലത്ത് അറിവ് തേടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നിങ്ങൾ നടത്തണം. അറിവ് തേടാൻ, ഇൻ സെർച്ച് ഓഫ് നോളജ്, അറിവ് തേടിയുള്ള നമ്മുടെ അന്വേഷണമാണ് ജീവിതം. അത് പഠനകാലത്തൊന്നും അവസാനിക്കുന്നതല്ല. പുതിയ പുതിയ അറിവുകൾ തേടാൻ വായനയിലൂടെ, അധ്യാപകരിലൂടെ, അറിവുള്ളവരിലൂടെ പുതിയ പുതിയ കാര്യങ്ങൾ അറിയാനുള്ള ഒരു ജിജ്ഞാസ, ഒരു ഉത്കണ്ഠ
നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വളർത്തിയെടുക്കണം എന്നാണ് ഈ പ്രവേശന ദിനത്തിൽ എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ള എളിയ സന്ദേശം. നിങ്ങളെല്ലാം മിടുമിടുക്കികളും കൊച്ചുമിടുക്കന്മാരും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. ഇന്ന് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ നമ്മുടെ നാട് ഒട്ടേറെ മുന്നോട്ട് പോയിരിക്കുന്നു. ഞാൻ കേരളത്തിലെ ഇന്ത്യയിലെ പ്രധാന സർവകലാശാലകളിലെല്ലാം പോകുന്ന ആളാണ് സ്ഥിരമായി. എൻ്റെ അത്ഭുതം അവിടെയെല്ലാം ചെല്ലുമ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള പെൺകുട്ടികൾ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുകയാണ് വലിയ കോഴ്സുകളിൽ. വിദേശ സർവകലാശാലകളിലും നമ്മുടെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട സർവകലാശാലകളിൽ നമ്മുടെ പെൺകുട്ടികൾ വലിയ മുന്നേറ്റമാണ് വിദ്യാഭ്യാസ രംഗത്ത് നടത്തിയിരിക്കുന്നത്. അപ്പോൾ അവരുടെ ആ കാലടികൾ പിന്തുടർന്ന് നിങ്ങൾക്കിഷ്ടമുള്ള വിഷയത്തിൽ ലോകത്തെ ഏറ്റവും നല്ല വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിക്കാൻ നിങ്ങൾ പോകണം. ആ അത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, നല്ല സെന്റേഴ്സ് ഓഫ് എക്സലൻസ് കേരളത്തിൽ കൊണ്ടുവരിക എന്നതാണ് ഞങ്ങളുടെ മിഷൻ. വിദ്യാഭ്യാസത്തിനെ അതിൻ്റെ ഡെസ്റ്റിനേഷൻ പോയിന്റ് ആക്കി കേരളത്തെ മാറ്റുക. വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും കുട്ടികൾ വിദ്യാഭ്യാസത്തിനായി കേരളത്തിലെത്തുന്ന മികച്ച വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ കേരളത്തിൽ ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളുടെ തലമുറയ്ക്ക് വാക്ക് നൽകുന്നു. നിങ്ങൾക്ക് അധികം പുറത്തേക്കൊന്നും പോകാതെ മാതാപിതാക്കളോടൊപ്പം ജീവിച്ച് ഇവിടെ ഏറ്റവും നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കാൻ സൗകര്യമുണ്ടാക്കും. അതിന് ലോകം മാറുന്നതനുസരിച്ച്, ലോകത്തെ അറിവ് മാറുന്നതനുസരിച്ചുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കോഴ്സുകളും നമ്മുടെ കേരളത്തിലുണ്ടാവും. ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയാണ് സയന്റിഫിക് ടെമ്പറിനെ കുറിച്ച് പറഞ്ഞത്, ശാസ്ത്രബോധത്തെക്കുറിച്ച്. നമ്മൾ കേരളത്തിൽ കൂടുതൽ ശാസ്ത്രബോധമുണ്ടാക്കാൻ ജവഹർലാൽ നെഹ്റുവിൻ്റെ നാമധേയത്തിൽ സയന്റിഫിക് സെന്റേഴ്സുകൾ, സയന്റിഫിക് ടെമ്പറിനുള്ള സെന്റേഴ്സ് ഓഫ് സയന്റിഫിക് ടെമ്പേഴ്സ് ആരംഭിക്കുക. വലിയ മാറ്റം നമുക്ക് പൊതുവിദ്യാഭ്യാസ രംഗത്തും ഉന്നത വിദ്യാഭ്യാസ രംഗത്തും ഉണ്ടാകണം. അതിന് കേരളത്തിൻ്റെ പിന്തുണ വേണം. അധ്യാപക സമൂഹത്തിൻ്റെ, രക്ഷകർത്താക്കളുടെ, കേരളത്തിൻ്റെ പൊതുസമൂഹം, നമ്മുടെ ഏറ്റവും വലിയ അധ്യക്ഷൻ മന്ത്രി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാമോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ ഏറ്റവും വലിയ നിക്ഷേപം യഥാർത്ഥത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളാണ്. ഈ കുഞ്ഞുങ്ങൾ നിങ്ങൾ വളർന്ന് വലുതായിട്ട് വേണം നിങ്ങളുടെ മാതാപിതാക്കളുടെ സ്വപ്നങ്ങൾ മാത്രമല്ല ഈ നാടിൻ്റെ സ്വപ്നങ്ങൾ കൂടി സാക്ഷാത്കരിക്കാൻ. നിങ്ങൾ മയക്കുമരുന്നിനെതിരായി അതിശക്തമായ നിലപാടെടുക്കണം. നമ്മളോ നമ്മുടെ കൂട്ടുകാരോ ആരെങ്കിലും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണം, അവരെ പിന്തിരിയാൻ പ്രേരിപ്പിക്കണം. നിങ്ങൾ ഞങ്ങളുടെ എല്ലാവരുടെയും സ്വപ്നമാണ്. ആ സ്വപ്നം, അതിനെ തകർക്കാൻ നടത്തുന്ന എല്ലാ ശ്രമത്തെയും നമുക്ക് പരാജയപ്പെടുത്തണം. ഞങ്ങളുടെ സ്വപ്നം, നിങ്ങളുടെ മാതാപിതാക്കളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള നിശ്ചയദാർഢ്യത്തോടെ, ലക്ഷ്യബോധത്തോടെ മുന്നോട്ട് പോകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എല്ലാ നന്മകളും, ഈ ദിവസത്തിൻ്റെ നന്മകൾ നിങ്ങൾക്കെല്ലാവർക്കുമായി നേർന്നുകൊണ്ട് ഈ പ്രവേശന ഉത്സവ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി. ഗ്രഹാതുരത്വം നിറഞ്ഞ അങ്ങയുടെ ഓർമ്മകൾ പങ്കുവച്ചതിനും അധ്യാപകരും രക്ഷിതാക്കളും തമ്മിൽ സൗഹൃദത്തിന്റെ പ്രാധാന്യം എടുത്തുകാട്ടിയതിനും നന്ദി സാർ. 2026-27 വർഷത്തെ അക്കാഡമിക് കലണ്ടർ പ്രകാശനം ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങുന്നതിനായി ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ മന്ത്രിയെ ക്ഷണിക്കുന്നു.
ഇനി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും മറ്റു മന്ത്രിമാരുടെയും ഛായാചിത്രങ്ങൾ സമ്മാനിക്കുന്നതിനായി നമ്മുടെ വിദ്യാലയത്തിലെ 10E അദീത, 10B ആരതി, 7B പദ്മജ് എന്നിവരെ ക്ഷണിക്കുന്നു. അത് സ്വീകരിക്കുന്നതിനായി വിശിഷ്ട വ്യക്തിത്വങ്ങളെയും ക്ഷണിക്കുന്നു. നമ്മുടെ മുഖ്യ അതിഥി ബഹുമാനപ്പെട്ട ആരോഗ്യം ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ കെ മുരളീധരൻ അവരുകളെ സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നതിന് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട യോഗത്തിൻ്റെ അധ്യക്ഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ എൻ ഷംസുദ്ദീൻ അവരുകളെ, ഈ വർഷത്തെ പ്രവേശനോത്സവത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ അവരുകളെ, വിശിഷ്ടാതിഥിയായി ഇവിടെ പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട മേയർ ശ്രീ VV രാജേഷ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് V പ്രിയദർശിനി, അതുപോലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ഷർമില മേരി ജോസഫ്, പ്രിയപ്പെട്ട കുട്ടികളെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, മാധ്യമ സുഹൃത്തുക്കളെ, വളരെ സന്തോഷത്തോടുകൂടിയാണ് ഈ വർഷത്തെ പ്രവേശനോത്സവത്തിൽ നിങ്ങളോടൊപ്പം വേദി പങ്കെടുക്കും. ഇവിടെ പുതിയതായി കുട്ടികൾ കടന്നു വരുമ്പോൾ അവരുടെ സന്തോഷത്തിൽ പങ്കുചേരുന്നതോടൊപ്പം തന്നെ വർഷങ്ങൾക്ക് ശേഷം 7 വർഷങ്ങൾക്ക് ശേഷം നിങ്ങളുടെ ജനപ്രതിനിധിയായി വീണ്ടും ഈ വിദ്യാലയത്തിലേക്ക് കടന്നു വരാൻ കഴിഞ്ഞാൽ എനിക്കും വളരെ സന്തോഷമുണ്ട്. 8 വർഷം നിങ്ങളുടെ ജനപ്രതിനിധിയായി പ്രവർത്തിച്ച ഘട്ടങ്ങളിലൊക്കെ നിരവധി തവണ ഈ വിദ്യാലയത്തിൽ ഞാൻ കടന്നു വന്നിട്ടുണ്ട്. ഈ സ്റ്റേജ് ഉൾപ്പെടെ അന്ന് MLA ഫണ്ടിൽ നിന്ന് നൽകിയ ഫണ്ട് ഉപയോഗിച്ചാണ് സ്റ്റേജ് ഉൾപ്പെടെ നിർമ്മിച്ചത്. ഇന്ന് ഈ സ്റ്റേജിൽ 3ാമത്തെ മുഖ്യമന്ത്രിയുമായിട്ടാണ് വേദി പങ്കെടുത്തത്. ശ്രീമാൻ ഉമ്മൻചാണ്ടിയായും പിന്നീട് ശ്രീ പിണറായി വിജയനായും ഇപ്പോൾ എൻ്റെ മുഖ്യമന്ത്രി കൂടിയായ ശ്രീ VD സതീശനുമായിട്ടും വേദി പങ്കിടുക. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൻ്റെ അവസാനം പറഞ്ഞൊരു ഭാഗം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് നമ്മൾ ഏറ്റവും അധികം പോരാടുന്നത് മയക്കുമരുന്നിനെതിരായിട്ടാണ്. കുറേ കാലങ്ങളായി മയക്കുമരുന്നിൻ്റെ ഒരു സ്വാധീനം നമ്മുടെ പല രംഗത്തും കാണുന്നുണ്ട്. പ്രത്യേകിച്ച് വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് പോലും മയക്കുമരുന്നിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിനെതിരെ ശക്തമായിട്ടുള്ള നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കാൻ പോകുന്നത്. പക്ഷെ അതിൽ കൂടുതൽ സഹകരണം രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടാവണം. ഇന്ന് ഈ കുട്ടികളുടെ ഒരു ദിവസത്തെ ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ വൈകുന്നേരം കണ്ടുമുട്ടുമ്പോൾ മക്കളോട് നിങ്ങൾ ചോദിക്കേണ്ടത് അന്ന് വിദ്യാലയങ്ങളിൽ എന്തെല്ലാം വിശേഷങ്ങളുണ്ടായിരുന്നു. അതവരോട് അവർ തുറന്ന് പറയുമ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലും പാളിച്ചകൾ കണ്ടാൽ നിങ്ങളുടെ കുട്ടികളെ തിരുത്താനും നിങ്ങൾ ശ്രമിക്കണം. മാത്രമല്ല, ഏതെങ്കിലും മയക്കുമരുന്നിൻ്റെ സ്വാധീനം ഈ പ്രദേശത്തുണ്ടെങ്കിൽ ഉടൻ തന്നെ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കാനും ഈ വിദ്യാലയത്തിൻ്റെ
പ്രിൻസിപ്പാളും ഹെഡ് മാസ്റ്റർ ഉൾപ്പെടെയുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ മറ്റൊന്നും കൂടുതൽ പറയുന്നില്ല. ഇവിടെ വന്നപ്പോൾ നിങ്ങളുടെ സ്കൂൾ ലീഡർ ചില ആവശ്യങ്ങൾ ഉന്നയിച്ചു. ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യും. പക്ഷേ ഒരു വാക്ക് മാത്രം ഇവിടെ നൽകുന്നു. ആദ്യത്തെ MLA ഫണ്ടിൽ നിന്ന് ഈ വിദ്യാലയത്തിന് ഒരു ബസ് കൂടെ അനുവദിക്കുന്നതാണ് എന്നുകൂടെ പറഞ്ഞുകൊണ്ട് എല്ലാ കുട്ടികൾക്കും നന്മ നേരുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം. ലഹരിക്കെതിരെ ശക്തമായി പ്രതികരിക്കാൻ നമുക്ക് തന്ന സന്ദേശത്തിന് ഒരുപാട് നന്ദി സാർ. ഇന്നത്തെ വിശിഷ്ടാതിഥി ആദരണീയനായ തിരുവനന്തപുരം നഗരസഭാ മേയർ ശ്രീ VV രാജേഷ് അവരുകളെ സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നതിനായി ക്ഷണിക്കുന്നു. ഔദ്യോഗിക തിരക്കുകൾ കാരണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിരിയുകയാണ്. അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ശ്രീ N. ഷംസുദ്ദീൻ, പൊതുവിദ്യാഭ്യാസ ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി, നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്ത് പോയ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ അവർകൾ, ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി, ഈ നിയോജക മണ്ഡലത്തിൻ്റെ MLA ശ്രീ K. മുരളീധരൻ അവർകൾ, ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി പ്രിയദർശിനി, തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ചെമ്പഴന്തി ഉദയൻ, മറ്റ് വേദിയിലുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ആരാധ്യരായ ഗുരുജനങ്ങളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു പ്രസംഗത്തിലേക്ക് കടക്കുന്നില്ല. തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അധ്യക്ഷനുമൊക്കെ പറഞ്ഞതുപോലെ നമ്മുടെ നാടിൻ്റെ സ്വത്താണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. ഏറ്റവും നല്ല ആത്മവിശ്വാസം കൊടുത്ത് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ കഴിവ്, ആ സ്പാർക്ക് പരമാവധി അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും അവരെ നേരായ വഴിക്ക് നടത്തിക്കൊണ്ടും നമ്മുടെ രാജ്യത്തെ ലോകത്തെ ഏറ്റവും മികച്ച രാഷ്ട്രമാക്കി മാറ്റുക എന്നുള്ളൊരു കൺസെപ്റ്റോടു കൂടിയാണ് നമ്മൾ ഒക്കെ തന്നെ പ്രവർത്തിക്കുന്നത്. ഈ പ്രായത്തിൽ കിട്ടുന്ന അനുഭവമാണ് ജീവിതത്തിലുടനീളം അവരുടെ എല്ലാ ചെയ്തികളിലും പ്രതിഫലിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണസമിതി കുഞ്ഞുങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോഴേക്കും ഞങ്ങൾ വളരെ ഗൗരവമായിട്ട് ഈ ആശയങ്ങളൊക്കെ ചർച്ച ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളൊക്കെ തന്നെ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചവരാണ് പലരും. അപ്പോൾ ഒരു ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ സാധ്യതകളും അവിടെ ഉണ്ടാകുന്ന പ്രായോഗിക പ്രശ്നങ്ങളും ഒക്കെ തന്നെ ഞങ്ങൾ നേരിട്ടറിഞ്ഞവരാണ് ഈ കോർപ്പറേഷനിലുള്ള ഒരുപാട് കൗൺസിലർമാർ. ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചു. തുടക്കമെന്നുള്ള നിലയ്ക്ക് കുട്ടികളുടെ കാര്യത്തിൽ സജീവമായൊരു ഇടപെടൽ വേണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഗവൺമെൻറ് സ്കൂളുകളിൽ നിന്നും എയ്ഡഡ് സ്കൂളുകളിൽ നിന്നുമായി